എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ലെറ്റസ് റീഡ് ദ ന്യൂസ് വിത്ത് അബീസിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 1-ാം തീയതിയാണ്. ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ ഞാനിന്ന് വായിക്കാം. വ്യവസായി CJ റോയിയുടെ മരണം അന്വേഷിക്കാൻ പ്രത്യേക സംഘം. അതുപോലെ തന്നെ ഇന്ന് ഞായറാഴ്ചയാണ്. ചരിത്രത്തിലാദ്യമായി ഞായറാഴ്ച ബജറ്റ് അവതരിപ്പിക്കുകയാണ് ഇന്ന് കേന്ദ്രം. തുടർച്ചയായി 9 തവണ ബജറ്റ് അവതരിപ്പിക്കുന്നു എന്ന പ്രത്യേകത കൂടി നിർമ്മല സീതാരാമനുണ്ട്. അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്പെടുന്ന തീരുമാനങ്ങൾ ബജറ്റിലുണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് സ്കൂൾ സിലബസിൽ 25% ഡിസ്കൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ പഠനഭാരം ഇന്ന് കുട്ടികളിൽ വളരെ കൂടുതലാണ് എന്നുള്ള വ്യാപകമായ പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്കൂളിൻ്റെ കരിക്കുലം കമ്മിറ്റിയും അതിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എല്ലാം കൂടി എടുത്തൊരു തീരുമാനമാണ് പഠനഭാരം കുറയ്ക്കുക. 1 മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് 25% അവരുടെ സിലബസിൽ കുറയ്ക്കാനുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് കൊച്ചി ക്യാൻസർ കെയർ സെൻ്റർ ഉദ്ഘാടനം ഫെബ്രുവരി 9-ാം തീയതി. സംസ്ഥാനത്ത് പ്രതിവർഷം രോഗബാധിതരാകുന്നത് 61,000 പേരാണ്. വളരെ ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ക്യാൻസർ രോഗം. എറണാകുളം ജില്ലയിൽ തന്നെ പ്രതിവർഷം 5200 പുതിയ ക്യാൻസർ ബാധിതരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ആശങ്കാജനകമായ ഒരു കാര്യമാണത്. അടുത്ത വാർത്ത എന്ന് പറയുന്നത് വാർത്താ വായന മത്സരം. അന്ന സജിയും ബി ശ്രേയയും ജേതാക്കൾ. വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന സാമൂഹ്യ ശാസ്ത്ര ക്ലബ് അസോസിയേഷനും മലയാള മനോരമയും ചേർന്ന് നടത്തിയ കേരള സ്കൂൾ വാർത്താ വായന മത്സരത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കോട്ടയം കാഞ്ഞിരപ്പള്ളി സെൻറ്റ് ഡൊമിനിക്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അന്ന സജി 1-ാം സ്ഥാനം നേടി. മഹാരാഷ്ട്രയുടെ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രിയായി സുനേത്ര പവാറിനെ തീരുമാനിച്ചു. അജിത് പവാറിൻ്റെ മരണത്തിൻ്റെ 4-ാം ദിവസമാണ് ഈ അതിവേഗ തീരുമാനമെടുത്തത് എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. കാര്യവട്ടത്ത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന ഇന്ത്യ ന്യൂസിലാൻഡ് 2020 മത്സരം ഇന്ത്യ കരസ്ഥമാക്കി. 5 പരമ്പരകൾ ഉണ്ടായിരുന്ന 2020 മത്സരത്തിൽ 4-1 എന്ന നല്ല തിളക്കമാർന്ന മെജോറിറ്റിയിലാണ് ഇന്ത്യ പരമ്പര കരസ്ഥമാക്കിയത്. അപ്പോൾ ഇന്നത്തെ വാർത്താ വായന ഇവിടെ അവസാനിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് ഒരു വാക്ക് പറയാനുള്ളത്, ഒരു പത്രം മുഴുവനായി വായിച്ച് കേൾക്കുക എന്ന് പറയുന്നത് വളരെ ബോറായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് തോന്നിയ പ്രസക്തമായ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ വായിച്ചിട്ടുള്ളത്. പത്രം സ്ഥിരമായി വായിക്കുന്നവർക്ക് വേണ്ടിയിട്ടല്ല ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ പത്രം വായിക്കുന്നത്. പത്രം വായിക്കാൻ തിരക്ക് കാരണം വിട്ടുപോയവർക്ക് അവരുടെ വിശ്രമ സമയങ്ങളിൽ അവർ പല റീൽസുകളും അതുപോലെ തന്നെ മൊബൈലിൽ വരുന്ന എൻ്റർടൈൻമെൻറ്റ് ന്യൂസ്, ഫൺ എൻ്റർടൈൻമെൻറ്റ് റീൽസുകളെല്ലാം കാണുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അവർക്ക് ഒരു നിമിഷം ഈ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ, ലെറ്റസ് റീഡ് ദ ന്യൂസ് വിത്ത് അബീസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഒരു ദിവസം 3-4 അറിവുകൾ പകരുക എന്നുള്ളത്, അപ്പോൾ മാസത്തിൽ 120ഓളം അറിവുകൾ നമുക്ക് സ്വന്തമാക്കാൻ കഴിയും. നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത്തരത്തിലൊരു വാർത്താ വായന ചാനൽ തുടങ്ങിയത്. ഒട്ടും രസകരമല്ല, ഒട്ടും എൻ്റർടൈനിങ് അല്ല എന്നറിയാം. എന്നാലും ഇത് എൻ്റെ ഒരു മനസ്സിൻ്റെ തൃപ്തിക്ക് വേണ്ടി ഞാൻ തുടങ്ങിയ ചാനലാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം.